ഹായ് നമസ്കാരം. ഉദയൻ കലാനികേതനാണ്. സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു വിഷു ആശംസിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തുന്നത് തോന്നയ്ക്കൽ എന്ന കലാഗ്രാമത്തിൻ്റെ ഉൾക്കാഴ്ചകൾ ലോക മലയാളികളുടെ മുന്നിലേക്ക് എത്തിച്ച വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന ചിത്രത്തിലെ പ്രസന്നൻ എന്ന കഥാപാത്രത്തെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതെ, സജി സബാനയും ടീമുമാണ് ഇന്ന് ഞങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തുന്നത്. നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. സ്വാഗതം. അപ്പോൾ ഒരുപാട് സന്തോഷം. കാര്യം ഒരു വലിയ സിനിമയുടെ നല്ല കുറേ ഭാഗങ്ങളുള്ള ടീമുകളാണ് ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. ആരെയും പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഇത് വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന ഒരു വലിയൊരു സിനിമയുടെ ഭാഗമായി തീർന്നവരാണ് ഇവരെല്ലാം. ഇത് നമുക്കറിയാം, പ്രസന്നൻ എന്ന കഥാപാത്രം. ഇത് പ്രസന്നനെ എങ്ങനെയൊക്കെ കുഴപ്പിക്കാമോ, നല്ലൊരു ഒരു മരണവീട് അടിച്ച് തോണ്ടി കൊളാക്കിയ ഒരു വ്യക്തിയാണിത്. കുമാരേട്ടൻ്റെ സഹായി എല്ലാവരും നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഇന്ന് വിഷുവാണ്, ഓർമ്മകളിലെ വിഷു. ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാകും. നമ്മുടെ കുട്ടിക്കാലത്തെ ആ ഒരു വിഷുവാണ് കാണാം. ഇപ്പോൾ സോഷ്യൽ മീഡിയ അങ്ങനെ എല്ലാം കൈയടക്കി നിൽക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ കുട്ടിക്കാലത്തെ ഓർമ്മകളിലെ വിഷു നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെച്ചൂടെ? പങ്കുവച്ചു. അല്ല, നിങ്ങളുടെ മെയിൻ മേശരി സീനിയർ കൺട്രാക്ട്. വിഷു സത്യം പറഞ്ഞാൽ നമുക്ക് കുട്ടിക്കാലത്ത് ഈ കണിക്കൊന്ന തന്നെ മെയിനായിട്ട് കണിക്കൊന്ന പറിക്കും. പിന്നെ ഈ പൈനാപ്പിളൊക്കെ ആളുടെ പെരടത്തി എന്നൊക്കെ പറിച്ചുകൊണ്ട് വരും. മോഷണം എന്ന് പറയാം. പിന്നെ മാങ്ങ, ചക്ക ഇതൊക്കെ അടുത്തുണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ ഒരു കണി ഒരുക്കലാണ് മെയിൻ തലേ ദിവസം രാത്രി. പിന്നെ വെളുപ്പം രാവിലെ അമ്മ ഒന്ന് വിളിച്ച് കണ്ണുകുത്തി കൊണ്ടുപോയി കണി കാണിക്കും. കൈനീട്ടം പിന്നെയാണ് കണി കാണിക്കും. അത് കഴിഞ്ഞ് കൈനീട്ടം തരും. പിന്നെ ഉച്ചയ്ക്കൊരു ചെറിയ സദ്യ ഉണ്ടാവും, പായസം കൂട്ടി. ബന്ധുക്കളെ ഓണത്തിനെ പോലെ വേറെ ഇവിടെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഇതൊന്നുമില്ല. വിഷു വടക്കാണ് കേരളത്തിൻ്റെ അങ്ങോട്ടൊക്കെയാണ് വലിയ പടക്കം പൊട്ടിക്കലോ അതൊക്കെ. നമുക്ക് ഇതാണ്. പിന്നെ അമ്പലത്തിൽ പോക്ക്, വിഷ്ണു അമ്പലത്തിൽ പോവും, കൃഷ്ണൻ അമ്പലത്തിൽ പോവും, ആ അമ്പലങ്ങളിലൊക്കെ പോവും. പിന്നെ ചെറിയൊരു സദ്യ ഉണ്ടാവും. നമുക്ക് ഓണമല്ലേ മെയിൻ. ഈ തെക്കൻ കേരളത്തിലൊക്കെ അധികവും ഓണമാണല്ലോ. അങ്ങനെയൊക്കെയാണുള്ള അനുഭവങ്ങൾ. ഇനി സജി പറ. അല്ല, എനിക്ക് മെയിൻ കൈനീട്ടമാണ്. അന്ന് ഞങ്ങളുടെ പരിസരങ്ങളിൽ എല്ലാ മാസവും 1-ാം തീയതി, മലയാള മാസം 1-ാം തീയതി ഇരിക്കുക എന്ന് പറഞ്ഞ ചടങ്ങുണ്ട്. അപ്പം അതിൻ്റെ മെയിൻ ആളായിരുന്നു ഞാൻ. അപ്പോൾ ഒരു 1-2 വീടുകളുണ്ട്. അപ്പം അന്ന് രാവിലെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണ്. പക്ഷേ ഈ കൈനീട്ടം ഉള്ളതിൻ്റെ പേരിൽ രാവിലെ എഴുന്നേൽക്കുകയും ചെയ്യും. കാര്യം അവർ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ കൈനീട്ടം. അപ്പോൾ ഇത് അല്ലാതെ കിട്ടുന്ന കൈനീട്ടമാണ്. 1-ാം തീയതി കൈനീട്ടം അന്ന് കിട്ടുന്ന കൈനീട്ടം ഞങ്ങളെ സംബന്ധിച്ച് വലിയ പൈസയാണത്. അതൊക്കെ തന്നെയാണ് ആകെയുള്ള വരുമാനം അന്നത്, മിമിക്രി തുടങ്ങും വരെ. നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ കൈയടക്കി എല്ലാ കാര്യങ്ങളും. എങ്ങനെയാണ് ആ ഒരു വ്യത്യാസം? എങ്ങനെയാണ് പണ്ടത്തെ കാലം നിന്ന് ഇപ്പോൾ മാറുമ്പോൾ വ്യത്യാസം? ഈ കൈനീട്ടത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ അഭിനയ പരിപാടിയുടെ ഒപ്പം തന്നെ ഓട്ടോ ഡ്രൈവിങ്ങും ഉണ്ട്. ഞാൻ പിന്നെ ഈ 1-ാം തീയതി അങ്ങനെ നമ്മൾ ഫുള്ളി യാത്രയിലാണ്. എപ്പോൾ ആരോട്ടം വിളിക്കും അങ്ങോട്ട് ഓട്ടോ വരുന്നു. അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു 2 കൊല്ലം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത്, പുള്ളി റൈറ്ററാണ്, കിഷോർ എബ്രാഹിം എന്ന് പറയും. ആദ്യം ഞാൻ സാറിന് വിളിച്ചോണ്ടിരുന്നു, പിന്നെ ചേട്ടാന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അല്ല, പക്ഷേ എനിക്ക് എൻ്റെ ഏറ്റവും ഒരു വിഷുവിന് രാവിലെ കൈനീട്ടം ഗൂഗിൾ പേയിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ അയച്ചിട്ട്, എടാ വിഷു അല്ലേ, നമുക്കൊരു കൈനീട്ടമുണ്ട് എന്ന്. ഞാൻ ആദ്യമായിട്ട് കൈനീട്ടതാണ്. കാരണം നമ്മൾ ഇത് GPay അല്ലേ, എനിക്ക് നിൻ്റെ എവിടെയാണോ നിൽക്കുന്നത് വരാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ ഒരു സന്തോഷത്തിന് ഒരു കൈനീട്ടം നിനക്ക് ഞാൻ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സോഷ്യൽ മീഡിയയുടെ ആദ്യത്തെ എനിക്ക് തോന്നുന്നത് നമുക്കിപ്പം 1-ാം തീയതിയാണ് കൈനീട്ടം കിട്ടുന്നത്, അല്ലെങ്കിൽ വിഷു. പക്ഷേ ഇവന് എല്ലാ ദിവസവും കൈനീട്ടം കിട്ടും. ഓട്ടോ ഓടിക്കുകയല്ലേ, ഓട്ടോ ഓടിക്കുമ്പോൾ ആദ്യം കയറുന്ന ആളോട് 10 മണിയാലും പറയാം ആദ്യത്തെ ഓട്ടോ. അതൊരു നമ്പറാണ്. ചിലപ്പോഴേ 80 രൂപ ഓട്ടത്തിന് 100 രൂപയൊക്കെ തന്നിട്ട് നമ്മൾ ബാക്കി കൈനീട്ടം. പ്രേക്ഷകർ ഇതെല്ലാം കേട്ട് ഇനി ഏത് ഓട്ടോയിൽ കയറിയാലും കൈനീട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഏത് ഓട്ടോയിൽ കയറിയാലും കുഴപ്പമില്ല, എവന്റെ ഓട്ടോ കയറുമ്പോൾ സംഭവം തകർന്ന്. അപ്പോൾ ലോക മലയാളികളുടെ മുന്നിൽ തോന്നയ്ക്കൽ എന്ന ഗ്രാമത്തിൻ്റെ വിശേഷങ്ങൾ, അതിൻ്റെ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ഒരു വലിയൊരു സിനിമയായിരുന്നു
വ്യസനസമേതം ബന്ധുമിത്രാദികൾ. എങ്ങനെയായിരുന്നു ആ സിനിമയുടെ ജനനവും അതിനുശേഷമുള്ള പ്രേക്ഷകരുടെ വിധിയെഴുത്തും ഒക്കെ? നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ ഒരുപാട് ആഗ്രഹം കാണും, അറിഞ്ഞിട്ടുണ്ടാവും, എന്നാലും നിങ്ങളുടെ അറിയാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടാവും. ശരിക്കും കൊറോണ സമയത്ത് ഞാൻ സ്റ്റേജ് കലാകാരനായിരുന്നു, ചാനലും മീഡിയയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നമുക്ക് കൊറോണ സമയത്ത് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പം എന്തെങ്കിലും ചെയ്യുക എന്ന് പറയുന്ന ഒരു ചിന്ത വന്നപ്പോൾ പുറത്ത് ഇറങ്ങിക്കൂടാ. അപ്പം ഞങ്ങൾ ഒളിച്ചും പാത്തുമൊക്കെ ഇടവഴികളിലൂടെ സഞ്ചരിച്ച് ദളം സലി എന്ന് പറഞ്ഞൊരു ക്യാമറമാൻ, അപ്പോൾ പുള്ളിക്കാരെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു ഞാൻ സ്റ്റിൽ ക്യാമറയാണ് കൂടുതൽ ചെയ്യുന്നത്, അപ്പോൾ എനിക്ക് വീഡിയോ എന്തെങ്കിലും ചെയ്യണം, നമുക്ക് എന്തെങ്കിലും ഷോർട്ട് വീഡിയോ ചെയ്താലോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമായിരുന്നു. അപ്പം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി പോകുന്ന സമയത്ത് ഒരു 4-5 പേര്, അതായത് നമ്മുടെ മണികണ്ഠൻ സാറ്, നമ്മുടെ ബിഗ് ബോസ് ഫെയിം മണികണ്ഠൻ, പിന്നെ പ്രിയൻ വാമനപുരം, സജീർ, പിന്നെ ഒരു നമ്മുടെ കളറിസ്റ്റ് സുജിത്ത്, പിന്നെ ഷാജി എം ധരൻ എന്ന് പറയുന്ന ഗായകൻ. അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ സജിയും കൂടെ വരണം എന്നൊക്കെ പറഞ്ഞ് ശരി എന്ന് പറഞ്ഞ് ഞങ്ങളൊരു കൂട്ടായ്മയിൽ ഇരുന്ന് ആലോചിക്കുന്നു. അങ്ങനെ ആദ്യമായിട്ടൊരു ഷോർട്ട് ഫിലിം വെറുതെ ഞങ്ങൾ അന്ന് ബിവറേജ് അടച്ചിരിക്കുകയാണ്. അപ്പം ബിവറേജ് തുറന്നാൽ എന്നായിരുന്നു ആ കണ്ടന്റിൻ്റെ പേര്. അപ്പം ഒരു ഭയങ്കരമായ ഒരു കുടിയൻ, അവന് കുടിക്കാൻ വേറെ നിവൃത്തിയില്ല. അപ്പം സ്വാഭാവികമായിട്ട് വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഇതോടുകൂടി അവൻ ആ കുടിയൊക്കെ മാറി നല്ലവനാകുമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ പഠിപ്പിച്ചിട്ട് സാറ് കിടാ നീ ഇപ്പോഴെങ്കിലും നന്നായല്ലോ എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഇതൊന്നും കഴിഞ്ഞോട്ട് ലോക്ക്ഡൗൺ കഴിഞ്ഞോട്ട്, എന്നിട്ട് ഇത് മറ്റേ ബാക്കി വെച്ചിരിക്കുന്നില്ലേ ഈ കടവും കൂടെ അന്ന് തീർക്കും എന്ന് പറയുന്നൊരു കണ്ടന്റ്. ശരിക്കും പറഞ്ഞാൽ റിയൽ ലൈഫിൽ ഞാൻ നേരിട്ട് ഒരാൾ പറയുന്നത് കേട്ടിട്ടുണ്ടായ സാധനമാണ്. അപ്പോൾ അത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നു. യൂട്യൂബിൽ അന്ന് ബൾബ് മീഡിയ പെട്ടെന്ന് എന്ത് പേരിടും പറഞ്ഞിട്ട് ഒന്നുമില്ല, എന്തെങ്കിലും ആരുടെയെങ്കിലും തലയിൽ ബൾബ് കത്തട്ടെ എന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ ബൾബ് മീഡിയ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ 3000-ഓളം പേര് കണ്ടു. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഫ്രീ ആണല്ലോ 3000 പേര് കണ്ടു എന്ന് പറഞ്ഞ് അപ്പോഴത്തെ പിന്നെ നമുക്ക് എന്നാൽ പിന്നെ ഇത് തുടർന്നാലോ എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ ആലോചിച്ചൊരു പേര് വേണം. അങ്ങനെ തോന്നയ്ക്കൽ ജംഗ്ഷൻ എന്നും പറഞ്ഞുകൊണ്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാവുന്നു. അതിലൂടെ കുറച്ച് ഷോർട്ട് ഫിലിം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ വ്യസന സമയത്തിൻ്റെ സംവിധായകൻ വിപിൻ, ഞങ്ങൾ പഴയ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പരസ്പരം കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ വലിയ സൗഹൃദമൊന്നുമില്ല. അവിടെ അടുത്ത് തന്നെയാണ്. അങ്ങനെ പുള്ളി ഇതുപോലെ ഡയറക്ഷൻ താല്പര്യമായിട്ട്, അപ്പോൾ ആദ്യമായിട്ടാണ് അതിനകത്ത് ബാക്കിയുള്ള എല്ലാവരും അഭിനയിക്കാനുള്ള താല്പര്യമായിട്ട് വരുന്നവർ. അപ്പം ഡയറക്ഷൻ താല്പര്യമായിട്ട് ഒരാൾ വരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞതുപോലെ എൻ്റെ കയ്യിലൊരു കഥയുണ്ട്, നമുക്കിതൊന്ന് ചെയ്യാമോ, അടുത്തതൊന്ന് ചെയ്യാമോ നോക്കുന്നു. കഥ കേൾക്കുമ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ 3 കണ്ടൻറ്റുകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം മാത്രം എടുത്തിട്ട് നമുക്കിത് ഇത് ഒരു ഷോർട്ട് ഫിലിം ആക്കാം എന്ന് പറയുന്നു. അപ്പം പുള്ളിക്കാരൻ പറയുന്നത് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അയാൾക്ക് സംവിധാനമാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് അതിന് വേണ്ടി അങ്ങനെ ചെയ്യേണ്ട, വിപിൻ ചെയ്തത് ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞാണ് നമ്മൾ ആ ഷോർട്ട് ഫിലിം ചെയ്ത് തുടങ്ങുന്നത്. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, സാധാരണ ഷോർട്ട് ഫിലിം നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്യുന്നു, 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യുന്നു. ഇതിൻ്റെ പ്രത്യേകത സ്ക്രിപ്റ്റിന് വേണ്ടി നമ്മൾ ഏകദേശം ഒരു മാസത്തോളം എടുത്തു. കാര്യം ഒരു പ്രാവശ്യം എഴുതിയിട്ട് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ട് നമുക്കതിൻ്റെ ഇത് ഇങ്ങനെ ആക്കിയാൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 6-7 പ്രാവശ്യം അത് തിരുത്തി എഴുതി ഉണ്ടായൊരു സാധനമാണ്. അതുപോലെ ഷൂട്ട് ടൈമിൽ നമ്മൾ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് നമ്മളിപ്പോൾ കാണുമ്പോഴത്തേക്ക് വളരെ മനോഹരമായിട്ട് എല്ലാവരും ചെയ്തു എന്ന് പറയുന്നെങ്കിൽ പോലും അതിൽ എല്ലാവരും പുതുമുഖങ്ങളാണ്. ആർക്കും തന്നെ ഈ അഭിനയവുമായിട്ടോ അല്ലെങ്കിൽ കലയുമായിട്ടോ ഒന്നും വലിയ ബന്ധമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ കഥാപാത്രങ്ങളായിട്ട് നമുക്ക് യോജിച്ച ആൾക്കാരെ കൊണ്ട് നമ്മളത് ചെയ്യിപ്പിച്ചെടുക്കുകയാണ്. അതിനുവേണ്ടി ശരിക്കും പറഞ്ഞാൽ 30 ടേക്കോളം പോയിട്ടുണ്ട് പലതും. കാര്യം അവർക്ക് അറിയത്തില്ല, അവരുടെ പക്ഷേ ഞങ്ങൾക്ക് വേണ്ടുന്നത് കിട്ടും വരെ ഞങ്ങൾ അത്രത്തോളം കഷ്ടപ്പെട്ടതിൻ്റെ ഒരു റിസൾട്ടാണ് ആ ഷോർട്ട് ഫിലിമിലുണ്ടായത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത അതാണ്. ആ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്ത് ഞങ്ങളുടെ സുഹൃത്ത് ബൈജു കോരാണി എന്ന് പറയുന്ന ആൾ അഭിനയിലുണ്ടായിരുന്നതാണ്. പുള്ളി അവരുടെ കൂടെ മാലാ പാർവതി ചേച്ചിക്ക് ഇത് അയച്ചു കൊടുക്കുന്നു. ചേച്ചി ഇത് എല്ലാവർക്കും അയച്ചിട്ട് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞ എല്ലാവരോടും ഇത് നിങ്ങൾ കാണണമെന്ന് പറയുന്നു. പിറ്റേ ദിവസം സത്യനന്ദിക്കാട് സാറ് വിളിക്കുന്നു, വിപിനെ വിളിക്കുന്നു. അവർ വിളിച്ചിട്ട് ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞു. പിന്നെ ജയരാജ് സാർ വിളിക്കുന്നു. പുള്ളിക്ക് അതിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് കിട്ടിയാൽ കൊള്ളാം. പിന്നെ E4 എൻ്റർടൈൻമെൻറ്റ് സാരഥി ചേട്ടൻ വിളിക്കുന്നു. അപ്പം അവിടെ നിന്നാണ് ഇതൊരു സിനിമയാക്കാം എന്ന് പറയുന്നൊരു സംഭവം വരുന്നത്. സാരഥി ചേട്ടൻ ആദ്യം പറയുന്നത് ഇതിനകത്തൊരു സിനിമയുണ്ട്, നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യുന്നൊക്കെ പറയുന്നത്. പിന്നെ എൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്തിരിക്കുന്നത് ബാദുഷ, MN ബാദുഷ എന്ന് പറയുന്നത് പുള്ളിയാണ് എൻ്റെ സെക്കൻഡ് പാർട്ട് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മാറ്റിനിക്ക് വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു വലിയൊരു യാത്രയായിരുന്നു. ഒരു 4 വർഷത്തോളം ഇതിൻ്റെ പിന്നാലെയായിരുന്നു. 1-2 പ്രൊഡക്ഷൻ ഓണായിട്ട്
ചില സാങ്കേതിക കാരണങ്ങളാൽ അത് ഇങ്ങനെ മുന്നോട്ട് പോകാത്തൊരു സാഹചര്യത്തിൽ നിന്നപ്പോഴാണ് നമ്മൾ അസീസ്, നെടുമങ്ങാട് അസീസ്. അപ്പോൾ പുള്ളിക്ക് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ വേറൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ പുള്ളിയുടെ എന്തായി എന്നൊക്കെ പറഞ്ഞ് വിപിനെ വിളിച്ച് ചോദിച്ചു. പറഞ്ഞു നമുക്കിപ്പോൾ ഒരു പ്രൊഡ്യൂസറുടെ ചെറിയൊരു ഇതുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞൊരു കാര്യം ചെയ്യും, വിപിൻ ദാസ് പുള്ളി ഇതുപോലെ കഥ അന്വേഷിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക് എന്ന് പറഞ്ഞിട്ട് അസീസാണ് നേരെ വിപിൻ ദാസിനെ പരിചയപ്പെടുത്തുന്നത്. അവിടെ ചെന്ന് കഥ പറയുന്നത്. അപ്പോൾ പുള്ളി ഈ 5 സഞ്ചയനം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് ഓക്കെയാണ്, പുള്ളി കഥയും ഓക്കെ ആയി. പുള്ളി പറഞ്ഞു നമുക്കിതിന് നായിക വേണം, നിങ്ങളുടെ കാര്യം ചെയ്യൂ. നായകൻ എന്ന് പറഞ്ഞപ്പം പറഞ്ഞു വേണ്ട, എനിക്ക് അസീസ് തന്നെ മതി എന്ന് പറയുന്നു. പിന്നെ പറഞ്ഞു നിങ്ങൾ അനശ്വരയോട് ഈ കഥയൊന്ന് പറയാമോ? ഞാനിപ്പം പറയുന്നു, അനശ്വരയോട് കഥ പറയുന്നു. പിറ്റേന്ന് അനശ്വര ഓക്കെ പറയുന്നു. അതിൻ്റെ 3-ന്റെ അന്ന് പടം ഓണാവുന്നു. 1 മാസം കൊണ്ട് ഷൂട്ട് തുടങ്ങുകയാണ്. അല്ല, ഇതിനകത്ത് വേറൊരു വലിയ വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നുന്നത്, അത് എങ്ങനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നറിയാൻ പറ്റും ആ ഒരു സ്ലാഗ്. അതായത് ഇത് ഫുള്ള് ട്രിവാൻഡ്രമാണ്. അപ്പോൾ ആ കണ്ണൂർ എന്നൊരു കുട്ടിയെ കൊണ്ടുവന്ന് ഈ ട്രിവാൻഡ്ര സ്ലാഗ് നിങ്ങളത് ഓക്കെ ആക്കുമെന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് അല്ലായിരുന്നു അത്? അല്ല, ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അനശ്വര എന്നെ അന്ന് ഇടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, അങ്ങനെയല്ല. നമ്മൾ ഓരോ ടേക്ക് കഴിയുമ്പോഴും ഞാൻ പറയും നമുക്ക് ഒന്നുകൂടെ ഒന്ന് പോയാലൊന്ന് വയ്ക്കും. അപ്പോൾ ചോദിക്കാൻ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞാൽ നമുക്ക് ആ സ്ലാങ് പിടിക്കാൻ. ഡബിൽ പാടാണ് കാര്യം. കണ്ണൂരിൽ ഉള്ളു എന്നൊക്കെ ഉള്ളു, അങ്ങനെ ഉള്ളു, നമ്മളിവിടെ ആ ഉള്ളു എന്നൊക്കെ പറയാം, അങ്ങനെ ഉള്ളു എന്നൊക്കെ പറയത്തുള്ളൂ. അപ്പം ആ ലിപ്പ് പിടിക്കാൻ പാടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 2-3 ടേക്ക്. അപ്പം നമുക്ക് ടേക്ക് ഓക്കെയാണ്. പക്ഷേ ഈ സ്ലാങ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് വിപിൻ ഓക്കെ പറഞ്ഞാൽ ഞാൻ നമുക്ക് ഒന്നുകൂടെ പോകാം. എത്രയല്ല ഒരു ആർട്ടിസ്റ്റ്. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം, കിട്ടുക ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ. പക്ഷേ അനശ്വരയ്ക്ക് അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ അനശ്വര പിന്നെ ആയപ്പോഴത്തേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വിപിൻ ഓക്കെ പറഞ്ഞാൽ എന്നെ നോക്കും, ചേട്ടാ ഓക്കെയാണ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറയും. അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മൾ അത്രത്തോളം എല്ലാ ആർട്ടിസ്റ്റുകളെ കൊണ്ടും അങ്ങനെ ചെയ്യിപ്പിച്ചെടുത്തത് കൊണ്ട്. അനശ്വരയെ സംബന്ധിച്ച് നമുക്ക് എല്ലാ ടേക്കും ഓക്കെയാണ്. അനശ്വരയെ സംബന്ധിച്ച് ഓക്കെയാണ്. ചിലത് നമ്മൾ ഓക്കെ പറഞ്ഞാൽ അനശ്വര പറയും നമുക്ക് ഒന്നുകൂടെ പോയാലേ എന്ന് പറഞ്ഞിട്ട് കാര്യം എന്ന് പറയുന്നത് ആ ക്യാരക്ടറായിട്ട് മാറാൻ അത് വലിയൊരു എന്താണ് പറയുക, നിങ്ങളെ പ്രതീക്ഷയെക്കാട്ടി ഒരു വിജയം ആ പടത്തിൽ. തീർച്ചയായിട്ടും. എന്താണ് മിണ്ടായിരിക്കുന്നത്? ചുമ്മാ ഇരുന്ന പ്രസിഡന്റിനെ കൊണ്ട് എരിയേറ്റി പോസ്റ്റ്മോർട്ടം ചെയ്യിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് അവസാനം ഇടിയും കിട്ടി, അകത്തുമായി. അല്ല, നിങ്ങൾ വിചാരിക്കും അത് കഥാപാത്രമാണെന്ന്. അല്ല, ഇത് ശരിക്കും കുമാർ എന്ന് പറയുന്ന തോന്നക്കലുള്ള, ശരിക്കും ഇതിനകത്ത് നമ്മുടെ തോന്നക്കലുള്ള 99% ആളുകളും അവരുടെ സ്വഭാവവും അവരുടെ കഥാപാത്രങ്ങളുമാണ് ഈ സിനിമയിലുള്ളത്. എനിക്ക് തോന്നുന്നു 1% മാത്രമാണ് നമ്മൾ സിനിമാറ്റിക്കായിട്ട് ചില ഏരിയകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ 90% ആൾക്കാരും ജീവിച്ചിരിക്കുന്നവരാണ്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരാണ്, അവരുടെ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. നമുക്ക് പല കാര്യങ്ങളും അങ്ങനെ സ്ട്രൈറ്റ് പറയാൻ പറ്റത്തില്ല. ഇയാൾക്ക് ഇട്ടിരിക്കുന്ന ക്യാരക്ടർ വേറെ ഒന്നുമില്ല, ഇയാൾ തന്നെയാണ്. ഉണ്ണിയല്ല, കുമാറാണ്. ഈ തോട്ടിന്റെ കരയുടെ അക്കരെ ഇക്കരെ ഉണ്ടെന്ന് ട്യൂബ് കിട്ടുന്ന അങ്ങനെ സംഭവം അല്ല. ഇവിടെ 2 ടീമുകളുണ്ട് അങ്ങോട്ടും അടുത്തടുത്തിന്. പപ്പൂട്ടി എന്ന് പറയുന്ന ഒരു ഉള്ളതാണ്, നമ്മുടെ പപ്പൂട്ടി ഉള്ളതാണ് എല്ലാം ഉള്ള. അല്ല, വേറൊരു കാര്യമുണ്ട്. അതിനകത്ത് നമ്മൾ ഈ ചില കഥാപാത്രങ്ങളുടെ പേരും അവരുടെ ജോലിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലും സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളത് കുറെ മാറ്റിയിട്ടുണ്ട്. അല്ലല്ല, ഈ പറയുന്ന പപ്പൂട്ടി ഇവിടെ ഉള്ളതാണ്. പുള്ളി ലൈറ്റ് ആൻഡ് സൗണ്ട് ഒക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ നമ്മൾ പുള്ളിയെ ആ പേരും പുള്ളിയുടെ തൊഴിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. കഥാപാത്രത്തിൽ ഞങ്ങൾ വേറെ തന്നെ. പിന്നെ ഭൈരവൻ എന്ന് പറഞ്ഞിട്ട് ബംഗാളി പറഞ്ഞു, അത് ഇവിടെ ഉള്ള ആളാണ്. മരണത്തിന് ഇവിടെ പോകുന്ന ടീം ആളാണ്. പിന്നെ അതുപോലെ അല്ല അതിനകത്തുള്ള അല്ല, അതുപോലെ സജി സബാന എന്നൊരു പേര് കേൾക്കുമ്പോഴത്തേക്ക് തന്നെ ഒരു വ്യത്യസ്തമുണ്ട്. സജി സബാന, അത് പിന്നെ എനിക്ക് മനസ്സിലായി എന്താണെന്നുള്ളത്. അത് ഒന്നുകൂടെ നമ്മൾ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുത്താൽ. സബാന എന്ന് പറയുന്നത് വൈഫിന്റെ പേരാണ്. അല്ല, പ്രണയമായിരുന്നു അല്ലേ? പ്രണയമായിരുന്നു. അല്ലെ, കുറച്ച് കൂടുതൽ ചോദിക്കുന്നില്ല. വൈഫ് ഇവിടെ ഈ അടുത്ത് വൈഫിന്റെ സ്ഥലം ശ്രീകാര്യമാണ്. അപ്പോൾ താൻ പാതി ദൈവം പാതി എന്നാണ്. അപ്പോൾ താൻ പാതി ഭാര്യ പാതി എന്നുള്ള ഉദ്ദേശത്തോടെയാണോ സജി സബാൻ എന്നുള്ള പേര് കാസ്റ്റിംഗ്? അല്ല, അങ്ങനെയല്ല. നമ്മുടെ ഇപ്പം ഞാൻ ചെയ്യുന്നതില്ല. അല്ല, നമ്മളിപ്പോൾ ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചു. അപ്പം ഞാൻ അഭിനയിക്കുമ്പം ഇപ്പം കുമാർ അഭിനയിക്കുമ്പോൾ കുമാർ അഭിനയിച്ചു, അല്ലെങ്കിൽ രഞ്ജിത്ത് കുഞ്ഞുമോൻ അഭിനയിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇരിക്കുന്നത് എനിക്ക് കിട്ടുന്ന ക്രെഡിറ്റിൻ്റെ പകുതി അവൾക്ക് കിട്ടിക്കോട്ടെ. അപ്പോൾ സിനിമയിൽ സജി സബാന ചോദിക്കാറുണ്ട് ഈ പേരിൻ്റെ വ്യത്യാസം എന്താണെന്ന് ചോദിക്കാറുണ്ട്. സാധാരണ എല്ലാവരും അച്ഛൻ്റെ പേര് അല്ലെങ്കിൽ മോഹൻലാൽ മറ്റേ ബാബ കല്യാണിലെ അമ്മയുടെ പേരായിട്ട് കല്യാൺ, അതുപോലെ ഭാര്യയുടെ പേര്. എനിക്കൊന്നും ഞാൻ അധികമായിട്ട് അങ്ങനെ ആദ്യം അങ്ങനെ പേര് കേൾക്കുന്നില്ല. അത് തന്നെയാണ്, അത് ഒരു പ്രണയ സമ്മാനമാണെന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ പേരിന് നമ്മുടെ നാട്ടിൽ സജി എന്നുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതിനൊരു വ്യത്യസ്തം.
അതുപോലെ സജി എനിക്ക് തോന്നുന്നു ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ അറിഞ്ഞാണ് കലാരംഗത്തേക്ക് അല്ലേ കുട്ടിക്കാലത്തായാലും ഒരുപാട് ജോലിക്ക് പോയി അങ്ങനെയൊക്കെയാണ് വളർന്നു വന്ന ഒരു സാഹചര്യം അല്ലേ? അങ്ങനെ വീട്ടിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളായിരുന്നു അത് പഠിക്കാനൊക്കെ അങ്ങനെ? പഠിക്കാൻ മണ്ടനായിരുന്നല്ലോ. തുറന്നങ്ങ് പറയട്ടെ, പഠിക്കാൻ മണ്ടനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കുടുംബപരമായിട്ട് ആശാരിമാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ജോലിക്ക് ഞാൻ പണിയൊക്കെ പോകാറുണ്ട്. അച്ഛൻ്റെ കൂടെ പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ഒരു 18 വയസ്സ് കഴിഞ്ഞ ശേഷമാണ് ഈ മെക്കാട് പണിക്കൊക്കെ പോയി തുടങ്ങുന്നത്. അത് കുറച്ച് പൈസ ഒപ്പിക്കുക. അപ്പോൾ എന്തെങ്കിലും നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം പണിക്കും. സൈറ്റിൽ നിന്ന് മേശിരിയൊക്കെ പറഞ്ഞു വിട്ടെന്ന് പറയുന്നത്. അത് വേണമെന്നില്ല, അത് മിമിക്രി അല്ല, അത് പണി ഇഷ്ടപ്പെട്ടിട്ട്. അതായത് എനിക്ക് ഈ പണിയുടെ തിയറി അറിയത്തില്ലല്ലോ. അപ്പോൾ എന്നെ പണിക്കൊണ്ട് അന്ന് പണിക്കുന്ന നമ്മുടെ പൂനം മേശിരി, നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നദീറിൻ്റെ വീട്ടിലെ പണി നടക്കുന്നു. നദീറിൻ്റെ വീട്ടിൽ അപ്പം ഒരു ലോഡ് മണൽ ഫ്രണ്ടിൽ ഇറക്കി ഇവർ പുറകിൽ പണിയുക. എന്താ പറഞ്ഞത് അരിച്ചിടാൻ പറഞ്ഞു. എനിക്കിത് അറിഞ്ഞൂടാ. ഞാൻ വൈകുന്നേരം ആയപ്പോൾ ഒരു ലോഡ് മണലും ഒറ്റയ്ക്ക് നിന്ന് അടിച്ചിട്ട് അപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് ഒറ്റയ്ക്ക് ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പാടില്ല, ഇതിന് കുറച്ച് കണക്കുണ്ട്. എന്റെ സംശയം എന്ന് പറയുന്നത് കുറഞ്ഞു പോയെന്നുള്ള സംശയത്തിൽ ഇരിക്കുകയാണ്. അല്ല, പിന്നെന്ന് പറയുന്നത് ഈ വലിയ ഈ പാറക്കെട്ട് ആറ്റിങ്ങിൽ KSRTC സ്റ്റാൻഡിൽ അതിൻ്റെ ഉള്ളിൽ വർക്ക്ഷോപ്പിൻ്റെ നമ്മുടെ ആ ഡിപ്പോ ഉണ്ട്. ഡിപ്പോയിൽ ഞാൻ പണിക്ക് പോയിട്ടുണ്ട്. അത് കോൺക്രീറ്റ്, അത് നമ്മുടെ അതായത് മാർക്കറ്റില്ലേ, പബ്ലിക് മാർക്കറ്റിൻ്റെ അത് സെപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പോയിരുന്നു. അപ്പോൾ അന്നെന്ന് പറയുന്നത് വെള്ളം എടുക്കണമെങ്കിൽ ഇങ്ങനെ വരണം, വലിയൊരു ജീപ്പയ്ക്കകത്ത് ഇതും കൊണ്ടുവരണം. അപ്പോൾ അന്ന് ഞാൻ ഇതിനേക്കാളും പകുതിയുള്ളൂ. ഇല്ല. അപ്പോഴും ഇത് പിടിച്ചോണ്ട് വരുമ്പോഴാണ് കാണുന്ന ഒരാൾ സഹിക്കാൻ പറ്റത്തില്ലെന്നേ. വലിയ പാറ എന്നാൽ വേറെ തരാൻ വേണ്ടി വേറെ പണിയില്ല. നമ്മളെ സംബന്ധിച്ച് എന്തും ചെയ്താൽ നമ്മൾ പറഞ്ഞു, നമ്മൾ അന്ന് സിനിമ കാണുക എന്നൊക്കെ പറയുന്നതിന് വേണ്ടി കുറച്ച് പൈസ വെപ്പിക്കുക. അതിന് വേണ്ടി 4-5 ദിവസം പണിക്ക് പോലാണ്. അതും ഇതൊക്കെയാണ്. 2 ദിവസം കഴിയുമ്പോൾ അവനെ കൊണ്ടുവരണ്ടെന്ന് പറയും. എന്തുകൊണ്ട്? കഷ്ടം തോന്നിയിട്ടില്ല. എന്താണ് കാരണം ഇവിടെ മഞ്ഞളല്ലാണ്ട് ഒരു പണിക്ക് പോയിരുന്നു. അപ്പോൾ പല സ്ഥലത്തുനിന്ന് വരുന്ന മെക്കാടുകളാണല്ലോ. അങ്ങനെ ഒരു ദിവസം പണിക്ക് പോയി ഇന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരാൾ തോർത്ത് കൊടുത്ത് ഭയങ്കരമായിട്ട് മണ്ണരിക്കുന്നു, ഗവൺമെൻറ് എടുക്കുന്ന അതെടുക്കുന്നു. അപ്പോൾ ഇവൻ പറഞ്ഞു, എടാ നിനക്ക് 150 രൂപ, എനിക്ക് 150 രൂപ, എന്തിനാണെന്ന് കഷ്ടപ്പെടണമെന്ന് ചോദിച്ചു. അയാളൊന്നും മിണ്ടാതെ ചെയ്തു. വൈകുന്നേരം ആയപ്പോൾ അത് മുതലാളിയായിരുന്നു. ഒരാളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവൻ്റെ പണി പോയത്. പിന്നെ വീട്ടിലെ കലാപരമായിട്ട് എങ്ങനെ അച്ഛനമ്മ? വീട്ടിൽ എൻ്റെ അമ്മയുടെ അച്ഛൻ നാസർ വിദ്വാനായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സംഗീതവും അല്ലെങ്കിൽ അങ്ങനെ ഒരു കല എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുപോലെ മാമന്മാർ, അപ്പോൾ അവർ 5 പേരുണ്ട്, 5 മാമന്മാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ ചെറുപ്പത്തിൽ ഞാൻ തീരെ കുഞ്ഞായിരിക്കുമ്പോഴത്തേക്ക് പള്ളിപ്പെരുന്നാളിനൊക്കെ നാടകം കളിക്കുമായിരുന്നു. അതിലൊരു മാമൻ പെൺവേഷം കിട്ടുന്നു. അത് ഞങ്ങളുടെ ഫാമിലിയാണ് അവിടെ നാടകം കളിക്കുന്നത്. അന്ന് ഈ നാടക പുസ്തകങ്ങളുണ്ട്, അത് എടുത്തിട്ട് അതിലെ കഥാപാത്രങ്ങളായിട്ട് അവർ നാടകം ചെയ്യുന്നവരുണ്ട്. അതിൽ പാട്ട് പാടുന്നവരുണ്ട്, എൻ്റെ മാമന്മാർ പാട്ട് പാടുന്നവരുണ്ട്. നമ്മുടെ യക്ഷി ഞാനും ആ ഒരു പടം, അതിനുശേഷം 1-2 ചെറിയ മൂവി, പിന്നെ ലാസ്റ്റ് വ്യസന സമേതം ബന്ധമിത്രാദികൾ. അല്ല, അതിനിടയ്ക്ക് 2 സിനിമകളുണ്ട്, വലിയ 2 പടമുണ്ട്. ശരി. ഒന്ന് വെള്ളരിപ്പട്ടണം എന്ന് പറഞ്ഞ് മഞ്ജു വാര്യറും സൗബിനും അഭിനയിച്ചൊരു പടം. പിന്നെ ബിജു മേനോൻ നായകനായി അഭിനയിച്ച തെക്കൻ തല്ലികേസ്. അല്ല, ഈ മഞ്ജു വാര്യരെ കുറിച്ച് ഒരു സല്ലാപ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. സല്ലാപം എന്ന് പറയുന്ന സിനിമയിലെ രാധയെ നമുക്ക് വളരെ ഇഷ്ടം തോന്നുന്നൊരു ക്യാരക്ടറാണ്. അപ്പം ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഒരു വർഷത്തിനുള്ളിലാണ് എനിക്ക് പ്രണയം തോന്നിയ മഞ്ജു വാര്യരുടെ കഥാപാത്രം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞൊരു ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ വെള്ളരിപ്പട്ടണം എന്ന് പറഞ്ഞ സിനിമയിൽ മഞ്ജു വാര്യരുടെ പുറകെ പ്രണയിക്കാൻ നടക്കുന്ന ഒരു പൂവാലനായിട്ട് ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അല്ല, അപ്പോഴേ എന്ത് തോന്നി? അയ്യോ, മനസ്സിൽ കണ്ട കാര്യം അല്ല, അത് തീർച്ചയായിട്ടും കാര്യം അല്ല. 2 കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ തോന്നുമല്ലോ, നമുക്ക് മഞ്ജു വാര്യരുടെ നായകനായിട്ടൊക്കെ അഭിനയിക്കണം എന്നൊക്കെ തോന്നാം. ആ സമയത്തൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. കാരണം ഒന്ന്, മഞ്ജു വാര്യർ അഭിനയം നിർത്തി. അപ്പോൾ പിന്നെ നമ്മളാ ഒന്നേ ആ ലെവലിൽ പോകണം. അപ്പോൾ ആ ലെവലിൽ പോകത്തില്ല. ഇനി എങ്ങാനും പോയാലും മഞ്ജു വാര്യർ അഭിനയം നിർത്തി, സ്വപ്നം തകർന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കില്ല. പക്ഷെ അത് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ലൈഫിൽ ഇതുവരെയുള്ള സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പ്രത്യേകത, നമ്മളൊരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു എന്താണ് പറയുക, പൗലോ കോയിലോ പറഞ്ഞ കണക്ക് പ്രകൃതിയും
ഒക്കെ നമുക്കതിന് അനുകൂലമായ സാഹചര്യം ഒരുക്കി തരുമെന്ന് പറഞ്ഞതുപോലെ അങ്ങനത്തെ സാഹചര്യം ഉണ്ടാവും ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അഭിനയിച്ച സിനിമകളായിരുന്നാലും ഞാൻ അഭിനയിച്ച കഥാപാത്രങ്ങളായിരുന്നാലും ഞാൻ ഇതുവരെ ചിലപ്പം ഇടയ്ക്ക് മഴവിൽ മനോരമയിൽ ഞാനൊരു യേശുദേവനായിട്ട് ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനും ഒരു 6-7 വർഷം മുമ്പ് ഫ്ലവേഴ്സിൽ ഷോ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു വിഗ് ഇരുന്നു, ഒരു നീളം മുടിയുള്ള വിഗ് എടുത്ത് ഞാൻ വെറുതെ വെച്ച് നോക്കിയപ്പോഴത്തേക്ക് യേശുദേവൻ്റെ ഫിഗർ തോന്നി. അപ്പോൾ ഞാൻ വിളിച്ചു അതുപോലൊരു സംഭവം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി നമുക്കൊരിക്കലും യേശുദേവൻ്റെ ഫിഗർ കെട്ടിക്കൊണ്ട് ഒരു കോമഡി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ശരിയില്ല എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ മനോരമയിലെ ബമ്പർ ചിരിയിലെ ഒരു എപ്പിസോഡിൽ ശരിക്കും ഒരു നല്ല യേശുദേവൻ ഉയർത്തി നിൽക്കുന്നതായിട്ട് ഈസ്റ്റർ എപ്പിസോഡായിട്ട് ഒരു സംഭവം വന്നപ്പോഴത്തേക്ക് കൃത്യമായിട്ടും അത് ഞാൻ പലരെയും പരിഗണിച്ചെങ്കിലും അവസാനം അത് കറങ്ങിത്തിരിഞ്ഞു എനിക്ക് തന്നെ വന്നു എന്നുള്ളതും അത് വലിയൊരു ഇതാണ്. അപ്പോൾ അതുപോലെ ഒരുപാട് കഥാപാത്രങ്ങൾ ഇപ്പോൾ നമ്മളിപ്പം വ്യസന സമയത്തിലെ കഥാപാത്രം ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേണ്ടി എഴുതിയ കഥാപാത്രമല്ല അല്ല അത് നമ്മൾ പറയുന്നത് ഞാൻ പലരും പറയുന്നുണ്ട് സജി അതിനകത്ത് മെയിൻ വേഷം ക്രിയേറ്റീവ് ഡയറക്ടറും പിന്നെ ഡയറക്ടർ നിങ്ങളാളപ്പോൾ സ്വന്തമായിട്ട് എഴുതി അങ്ങ് ചെയ്തു ഒരിക്കലല്ല. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഇതാദ്യം നമ്മുടെ കുഞ്ഞി പടം നമ്മൾ ഈ അഞ്ചിനും സഞ്ചയനം പോലെ ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ചെറിയൊരു പടമായിട്ട് പ്ലാൻ ചെയ്തു. അതിലാദ്യമായിട്ട് എനിക്ക് വേണ്ടി എഴുതിയത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്തതെന്ന് പറയുന്നത് അസീസ് ചെയ്ത ക്യാരക്ടറാണ്. അപ്പം അത് നോക്കുമ്പോഴത്തേക്ക് അഞ്ചിനും സഞ്ചയനവും ഇതും ഒരുപോലെ ഇരിക്കും തോന്നിയിട്ട് എന്നാൽ ചെറിയൊരു ചേഞ്ച് വരട്ടെ എന്നിരുന്നത് പിന്നെ ബൈജു ചേട്ടൻ ചെയ്ത ക്യാരക്ടർ അത് വേറെ ലെവലിലായിരുന്നു ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. അത് കുറച്ചുകൂടെ ഏജുള്ള ഒരു മെലിഞ്ഞിട്ട് അത് എൻ്റെ രൂപത്തിനുള്ള ഒരാളായിരുന്നു ആ കരയോഗം പ്രസന്റ് എന്ന് പറയുന്നത്. പിന്നെ അവിടെ നിന്ന് ആ കഥാപാത്രം മാറി ശക്തി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലേക്ക്, ശക്തി ഇല്ലാത്ത ശക്തി, അതായത് നമ്മുടെ ജോമോൻ ചെയ്ത ക്യാരക്ടർ. പിന്നെ അവസാനം അങ്ങനെ വന്നിട്ട് പിന്നെ അവസാനം വന്ന് നിന്നത് പെയിൻ്റ് അടിക്കാൻ വരുന്നതിൽ ആ പേടിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ ആ ക്യാരക്ടറാണ് നമ്മൾ ഇത് സജിക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നത്. പക്ഷേ സിനിമ ഓണായി വന്നപ്പോഴത്തേക്ക് അത് എന്നെക്കാൾ ഏറ്റവും ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾ അതിൻ്റെ ലൈൻ പ്രൊഡ്യൂസറും കൂടിയാണ്. അപ്പോൾ പുള്ളിയാണെന്ന് തോന്നി. ഓക്കെ, പിന്നെ ഈ കഥാപാത്രന്മാർ ഓരോ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്ന ക്യാരക്ടറൊക്കെ ഓരോ കൈകളിലേക്ക് ഇങ്ങനെ പോയി. അവസാനം വന്നപ്പോഴത്തേക്ക് സിനിമയിൽ ഒരു ഘട്ടം എത്തിയപ്പോഴത്തേക്ക് ഇതിൽ എനിക്ക് വേഷമില്ലാത്തൊരു സാഹചര്യമായി. ഇല്ലാതെ വേറൊന്നുമല്ല, നമ്മൾ ത്രൂ ഔട്ട് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളതിൻ്റെ ഒരു ഫൈനൽ കട്ട് വന്നപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് എഡിറ്റ് വന്നപ്പോഴത്തേക്ക് ആ ക്യാരക്ടർ തീരെ ഇല്ലാതായി വന്നപ്പോഴത്തേക്ക് ഒരു സീനിലേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്കിതിൽ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ വിപിൻ ദാസ് ആണ് പറയുന്നത്, പുള്ളിയാണ് പറയുന്നത് നമ്മൾ ഇതിനകത്ത് എല്ലാ ക്യാരക്ടറും ആയില്ല, പറഞ്ഞല്ലേ പ്രസന്നനായിട്ടില്ല. അപ്പം പുള്ളി കുറച്ച് ഓപ്ഷൻ ഇങ്ങോട്ട് പറഞ്ഞായിരുന്നു. അപ്പം നമുക്കത് ശരിയാവുന്നില്ല. അപ്പം നമ്മുടെ മനസ്സിലുള്ളൊരു ഇതിലേക്ക് ആ കഥാപാത്രം കിട്ടാതെ അത് ഇങ്ങനെ മാറി കഴിയാം. പ്രസന്റ് നമുക്ക് പിന്നെ പ്ലാൻ ചെയ്യാമെന്ന് പറയുന്നത്. പെട്ടെന്നൊരു ദിവസം പുള്ളി പറയുന്നു സജി എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ് ഞാനും ഞെട്ടി, വിപിനും ഞെട്ടി. കാര്യം ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ പ്ലാൻ ചെയ്തില്ല, എന്നെ വെച്ചത് ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് എന്ത് പറയുന്നു, സജി എന്ത് പറയുന്നു, അന്ന് നീ എന്ത് പറയുന്നു, അങ്ങനെ. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് വേണമെങ്കിൽ സജി വെച്ചത് കാണാൻ പറ്റും, സജിക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കുറച്ചും കൂടി ഏജുള്ള അല്ലെങ്കിൽ രൂപത്തിൽ കുറച്ചും കൂടി അല്ല അത് സജിയാണെന്ന് പറയത്തേ ഇല്ല ഒരു കഥാപാത്രം ചെയ്തത്. ഞാൻ ഈ പടം കണ്ടിട്ട് പിന്നോട്ട് സജിയാണെന്ന് പറയാൻ ഞെട്ടി, സജിയാണോ കഥാപാത്രം ചെയ്തത്? അതെ. അപ്പോൾ അത് അതിനകത്ത് മെയിനായിട്ടുള്ള ഇതാണ് ഈ നമ്മുടെ വിപിൻ ദാസിൻ്റെ ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. പുള്ളി ഇപ്പോൾ വാഴ 2 ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പടമാണ്. അതിനകത്ത് ബിജുക്കുട്ടൻ, പിന്നെ ആരാണ് നമ്മുടെ കോമഡി സെൽവരാജ് ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ വളരെ സീരിയസ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അതായത് മിമിക്രി ചെയ്യുന്ന അല്ലെങ്കിൽ കോമഡി ചെയ്യുന്ന ആളുകളെയൊക്കെ വേറൊരു തലത്തിലേക്ക് മാറ്റാനുള്ള പുള്ളിയുടെ ഒരു എന്താണ് ഒരു കോൺഫിഡൻസ്, അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രസന്റ് എന്ന് പറയുന്നത്. അല്ല, അത് ഇതിൽ വലിയൊരു താരനിര, അതായത് വലിയ താരങ്ങളുണ്ടെങ്കിലും ബൈച്ചേട്ടനെ പോലെ വലിയ താരങ്ങളുണ്ട്, വലിയൊരു താരനിര ഇല്ലാതെ ഒരു ഇത്രയും ഹിറ്റാക്കിയ ഒരു പടം കൂടിയാണ് വ്യസന സമേത ബന്ധുമിത്രാദികൾ അല്ലേ. അതുപോലെ ഇനി എന്തെങ്കിലും ഒരു ഡ്രീം പ്രോജക്റ്റ് സജി സബാൻ എന്ന വ്യക്തിക്ക് മനസ്സിൽ ആഗ്രഹമുണ്ടോ? എനിക്ക് ഇന്നൊരു വേഷം ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഡ്രീം പ്രോജക്റ്റ്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ വേണ്ട, ചിലപ്പോൾ അതൊക്കെ നടക്കും. അല്ല, അങ്ങനെയല്ല, ആഗ്രഹം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ലൈഫിൽ ഇങ്ങനെ കടന്നു പോകുമ്പോഴത്തേക്ക് ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതണം, ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണം എന്നുണ്ട്. പിന്നെ നല്ല കഥാപാത്രങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കോമഡി അല്ലാത്ത, എനിക്ക് കോമഡി പേടിയാണ്. കോമഡി ചെയ്യാൻ നമ്മളിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളതും ഞാൻ അറിയപ്പെടുന്നതും ഒക്കെ കോമഡി ചെയ്യുന്ന ആർട്ടിസ്റ്റാണെന്നുള്ള മറ്റാണ്. പക്ഷേ എനിക്ക് വളരെ പേടിയുള്ളൊരു സംഭവമാണ് കോമഡി ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ പേടിച്ചാണെന്ന് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കത് എന്താണ്, രണ്ട് ഇതാണ്. ഒരു നൂൽപ്പാലത്തിലൂടെ പോവുകയാണ് കോമഡി എന്ന് പറയുന്നത്. മറ്റേ ഏത് ക്യാരക്ടറും നമുക്ക് കുഴപ്പമില്ല. നമുക്കിപ്പോൾ വില്ലനൊക്കെ ആണെങ്കിൽ എളുപ്പത്തിന് ചെയ്യാം. കാര്യം ഒരാളെ വില്ലനാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. തമാശയുടെ പ്രത്യേകത എല്ലാവരെയും ചിരിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു
50% പേർക്ക് തമാശയായിട്ട് തോന്നും, അല്ലാത്തവർക്ക് അത് ചളിയായിട്ട് തോന്നും. അങ്ങനെ അത് 2 തരത്തിലുള്ള ഉണ്ടാവാറുണ്ട്. അല്ല, ഒരാളെ ചിരിപ്പിക്കുക എന്നുള്ളത് വലിയൊരു പാടാണ്. വലിയ പാടാണ്. അല്ല, ഞാൻ ഇങ്ങോട്ട് നമ്മൾ വേറൊരു കാര്യം ചോദിച്ചു. ഞാനിങ്ങനെ രഞ്ജിത്തിൻ്റെ ഞാൻ കട ചായ കുടിക്കാൻ കയറി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വിഷുവിൻ്റെ എപ്പിസോഡ് ചെയ്യാൻ നമ്മൾ രഞ്ജിത്ത്, സജി സബാനും കുമാരനൊക്കെയാണ്. രഞ്ജിത്ത് ഞാൻ പറഞ്ഞ രഞ്ജിത്ത് പുള്ളിക്ക് ഇവിടെ ഒരു സംഭവം ഉണ്ടായി, ഒരു ഓട്ടോക്കാരൻ വണ്ടിയിൽ നിന്ന് പേടിപ്പിച്ച സംഭവം ഉണ്ട്, ഇവിടെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് നിങ്ങൾ പറയില്ല, അത് ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ പ്രോഗ്രാമിന് പോകല്ലേ, രഞ്ജിത്ത് തന്നെ പറയും എന്താണ് സംഭവം? അതാണ് ഓട്ടോക്കാരൻ ബാക്കിൽ നിന്ന് പേടിപ്പിച്ചോ? പേടിപ്പിച്ചല്ല, ഞാൻ കൂടുതലും നൈറ്റാണ് വണ്ടി പറഞ്ഞത്. കാര്യം പകലൊക്കെ നമുക്ക് ഇവിടെ വണ്ടി നമ്മുടെ 16 സ്റ്റാൻഡിൽ വണ്ടിയുടെ ഉള്ള സ്ഥലമില്ല. അപ്പോൾ നൈറ്റാണ് കൂടുതൽ വണ്ടി പറഞ്ഞത്. ഒരു 11:30-12 മണി വരെ സ്റ്റാൻഡിൽ കാണും. അപ്പോൾ ഒരു 9:30 ആയപ്പോഴത്തേക്ക് നമ്മൾ ഓരോന്നൊക്കെ ഈ ഓട്ടം ഇല്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മാമ വന്നിട്ട് പറഞ്ഞു, മക്കളൊന്ന് വേങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ പോവാം. അങ്ങനെ പുള്ളി വണ്ടി കയറി, ഞാൻ വണ്ടി എടുത്ത് കുറച്ച് നമ്മുടെ പൊയ്കെ പള്ളി യഥാർത്ഥ ആൾ തന്നെയായിരുന്നു, ആള് ഉറപ്പാണ്, വേങ്ങോട്ടുള്ള ഒരാള്. പുള്ളി വേങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് കയറി നമ്മുടെ പൊയ്കെ പള്ളിയുടെ അവിടുത്തെ പുള്ളി വണ്ടിയിൽ ഇരിക്കണമായിരിക്കും. ഞാൻ മറന്നു, ശരിക്കും പറഞ്ഞു. ഞാൻ വേറെ എന്തൊക്കെ നാളത്തെ അടവ് തിരിവ് ഇതൊക്കെ ആലോചിച്ചാലും എല്ലാ കാര്യങ്ങളും ആലോചിച്ച് മൈൻഡ് ഔട്ടായി. സംഭവം നേരെ വന്ന് ഞങ്ങൾ ആ കലിങ്ങിൻ്റെ അവിടെ നിന്ന് വീട്ടിലോട്ട് പോകാനുള്ള വഴി അങ്ങ് കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്ക് ബാക്കിൽ നിന്ന് ഒരാള് ഇതുവഴി വേഗോട്ട് പോകാൻ പറ്റുമോ എൻ്റെ അപ്പോൾ അല്ലെങ്കിൽ വണ്ടി പെട്ടെന്ന് നിർത്തി. കാര്യം ഒരാളുണ്ട് എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കൂല. ഞാൻ കൊണ്ട് അങ്ങ് ചവിട്ടി നിർത്തിയിട്ട് പോവാം അമ്മ ഇതുവഴി പോവാം. അങ്ങനെ അത് സത്യത്തിൽ പാവപ്പെട്ട എവിടെ പോകാനുള്ളതായിരുന്നു. പക്ഷെ എന്നാലും ഒരു 2 കിലോമീറ്റർ കറക്കിയാലും 2 കിലോമീറ്ററിന്റെ പൈസ നമുക്ക് ചുമ്മാ ഓടാൻ പറ്റും. പുതിയ സ്ഥലമൊക്കെ കാണിച്ചെടുത്ത് പുള്ളി വേഗം എത്തിച്ചു കൊടുത്ത്. എന്നിട്ട് പുള്ളി അറിയില്ല ഇതുവഴിയും പോവാന്ന് കണ്ടുപിടിച്ചു, പുതിയ വഴിയും കണ്ടുപിടിച്ചു. അത് വല്ലാത്ത സംഭവമായി പോയി. അങ്ങനെ മൈൻഡ് ഔട്ടാവും. ഒരുപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇങ്ങനെ പെട്ടെന്ന് മൈൻഡ് അങ്ങ് ഔട്ടായി. എന്താണ് കുമാരേട്ടാ നല്ലൊരു വിഷയമായിട്ട് ഇങ്ങനെ മിണ്ടായിരിക്കുന്നത്? എങ്ങനെയാണ് ചേട്ടാ ഈ അഭിനയ രംഗത്തേക്ക് എങ്ങനെയാണ്? അത് ട്യൂബ് കെട്ട ജോലി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ട്യൂബ് കെട്ടൊന്നുമില്ല. അതൊക്കെ സത്യം പറഞ്ഞാൽ കൊറോണയ്ക്കാണ് യഥാർത്ഥത്തിൽ നന്ദി പറയേണ്ടത്. ആ സമയത്താണ് ഈ സജി പറഞ്ഞ കണക്ക് ഇവർ ഈ ഷോർട്ട് ഫിലിം തുടങ്ങി. അപ്പോൾ ദളം സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആ കേന്ദ്രമായിരുന്നു നമുക്ക് എങ്ങനെയെങ്കിലും ഒളിച്ചും പത്തും ചെന്ന് പറ്റാൻ പറ്റുന്ന സ്ഥലം. അവിടെ നിന്നുകൊണ്ടാണ് ഞാനും അതിലോട്ട്. അപ്പം സലി യമണ്ടൻ കല്യാണം എന്നുണ്ട് ഷോർട്ട് ഫിലിം സജി സംവിധാനവും ആക്ടിങ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ സലി പറഞ്ഞു സജിയുടെ അടുത്ത് ഇങ്ങനെ കുമാരനാണ്ട് ഒരു വേഷം കൊടുക്കണം. അങ്ങനെ അതിലൊരു രഘു എന്ന കഥാപാത്രം എനിക്ക് സജി തരികയും അഭിനയിക്കാൻ പറ്റി. പിന്നെ സജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ തോന്നയ്ക്കൽ എന്ന് പറഞ്ഞ ഈ സ്ഥലത്തുള്ള ഈ ആൾക്കാർ സിനിമയിലേക്ക് വരണം, പിന്നെ തോന്നയ്ക്കൽ എന്നൊരു സിനിമ ഉണ്ടാവും എന്ന് തറപ്പിച്ച് പറഞ്ഞ ഒരാൾ സജിയാണ്. പിന്നെ അത് ആയി, കാരണം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, ഇപ്പോഴല്ല, ഒരുപാട് വർഷം മുമ്പ് തന്നെ നമുക്ക് ഒരു സിനിമ എന്തായാലും ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ സജിയാണ്. അത് കൃത്യമായിട്ട് ഉണ്ടായി. പിന്നെ ഓരോരുത്തരെയും ആക്ടിങ്ങിൻ്റെ സൂക്ഷ്മ തലങ്ങൾ പോലും പറഞ്ഞു തരും. കാരണം വെച്ചാൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ. കാരണം എനിക്കൊക്കെ ഒരുപാട് സിനിമ അല്ലാത്തപ്പോൾ പോലും അങ്ങനെ ഒരുപാട് മാറാനുണ്ട്. കാരണം കുറേയൊക്കെ ചെയ്ത് പഠിക്കാനുണ്ട് ഒരുപാട്. അങ്ങനെ എനിക്ക് ഒരുപാട് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തന്ന ആളാണ്. എന്നെക്കാളും ഒരു പ്രായത്തിൽ വളരെ കുറവാണെങ്കിൽ എൻ്റെ സിനിമ ആക്ടിങ്ങിലെ ഗുരുവാണ്. കാരണം അത്രയ്ക്ക് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ പണ്ട് മിമിക്രി കളിച്ച് കിടന്നപ്പോൾ തന്നെ ഞാനും ചെറിയ മിമിക്രിയൊക്കെ ആയിരുന്നു. ഇവരൊക്കെ സ്റ്റേജിൽ ചെല്ലുമ്പോൾ സജി എനിക്കും 2 പ്രധാനം പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞ് സിനിമയിൽ സ്റ്റേജിൽ കയറുമ്പോഴത്തേക്ക് മൈക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഓർമ്മയിൽ 2-3 നടന്മാർ നിങ്ങൾ മിമിക്രി കാണുന്ന പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല. അപ്പോൾ അതുകൊണ്ട് പുള്ളിയുടെ 1-2 മിമിക്രി ആറ്റിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ജനാർദ്ദൻ്റെ സൗണ്ട് ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ ജനാർദ്ദൻ അല്ലല്ലേ എന്തവൻ ഈശ്വര താരതന്റെ പപ്പാണ് കാണിക്കുന്നത്. അളിച്ചൊളിക്കല അവന്റെ കാലം കണ്ണൊക്കെ കാണിക്കുന്നോടാ. അവൻ എന്റെ കാലല്ല അവന്റെ കാല്. അയ്യോ എന്റെ ദൈവമേ, ഇതൊക്കെ കൈവച്ചിട്ടാണ് മിണ്ടാതിരുന്നത്. അടുത്തത് നമ്മുടെ ഈ വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയിൽ തന്നെ കരയോഗം പ്രസിഡന്റായിട്ട് അഭിനയിച്ച നമ്മൾ ബൈജു ചേട്ടൻ പത്രം എന്ന സിനിമയിൽ ഒരു ഡയലോഗ്. മോള് ചേച്ചി ഇതുപോലെ കിരീരിന് അപ്പവും കൃഷ്ണമോളിയൊക്കെ ആയിട്ട് ഡൽഹിയിൽ ചെന്ന് വമ്പന്മാർക്ക് വിളമ്പിയാൽ മതി. 1 10 സീറ്റ് കിട്ടും. അല്ല ചായ നമ്മളൊരു ദിവസം കോളേജ് ചെന്നില്ലെന്ന് വെച്ച് കോളേജ് ആരും എടുത്തുകൊണ്ട് പോത്തൊന്നുമില്ല. പക്ഷേ കാട്ടി പന്നി ഇറങ്ങിയാൽ അന്ന് തന്നെ ചെല്ലണം. അല്ലെങ്കിൽ പന്നിയെ കണ്ടവർ കൊണ്ടുപോകും. അല്ലേ മോള് ചേച്ചി? ഒരു മര്യാദ വേണ്ടേ? സജിയുടെ പ്രേം നസീർ
പ്രശസ്തമാണ്. പ്രശസ്തമാണ്, എല്ലാവർക്കും അറിയാം. അതാണ് എല്ലാവർക്കും അറിയാം. എടാ, നിന്റെ ചെയ്ത് പടി, ഇതൊക്കെയാണ് അവസരം. അല്ല, ഒന്നും ചെയ്യാറില്ല. എന്നാ സജന്റെ കൂടെ മതി പുകഴ്ത്തിയത് മതി. പുകഴ്ത്തിയല്ല, സാരഥിയിൽ മിമിക്സ് ട്രൂപ്പിൽ ഞാൻ 1 വർഷത്തോളം ഉണ്ടായിരുന്നു. ഒരു സമ്മതി സീസണിലുണ്ടായിരുന്നു. പക്ഷേ കോമഡി ഒരാളെ അനുകരിക്കാനും ഒരു ശബ്ദം ഉണ്ടാക്കാനോ ഒന്നും അറിഞ്ഞുകൂടാതെ ഇവരുടെ എല്ലാ സ്ക്രിപ്റ്റും ഞാനുണ്ട്, ആസ്വദിക്കില്ല, അതിനകത്ത് അഭിനയിക്കാനുണ്ട്. എന്നെ കൊണ്ട് എന്നെ മിക്ക കുറച്ച് സീരിയൽ അതൊക്കെ ചെയ്യണം, എല്ലാത്തിലും വില്ലനായിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ താടി ഇരുന്നോണ്ടാണ് വില്ലനായിട്ട് വിളിക്കുന്നത് വിചാരിച്ചിട്ട് ഞാൻ ക്ലീൻ ഷേവ് ചെയ്ത് ഇനി വില്ലനായിട്ട് വിളിക്കും. ഇപ്പോഴും ഒരെണ്ണത്തിൽ വിളിച്ചിട്ടുണ്ട്, അതും വില്ലനായിട്ട്. അപ്പൊ ഇത് മുഖത്ത് നിന്ന് ഒരു കോമഡി കിട്ടുമെന്ന്. രഞ്ജിത്തിന്റെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഷോർട്ട് ഫിലിം എടുത്ത് വന്നാലും അവൻ അഭിനയിക്കാൻ വന്നാലും എല്ലാ ജോലിയും ചെയ്യും. കാരണം ആത്മാർത്ഥമുള്ള ഒരു മനുഷ്യനാണ്. എന്തോ കാര്യമുണ്ട്, ഇന്ന് എന്തോ ഒരു കാര്യമുണ്ട്. അല്ല, ആ ഒരു കാര്യത്തില് ഏത് കാര്യവും കലാകാരന് വേണ്ടതും അതാണ്. നമ്മൾ ഇന്നലെ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അഭിനയിക്കുള്ളൂ. ആത്മാർത്ഥമായിട്ട് പറഞ്ഞാണ് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവും. അല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിലിപ്പം സാധാരണ ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഞങ്ങളെക്കാൾ, ഞാൻ പണ്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചിലപ്പം പലരും മറന്നു കാണാം. പക്ഷേ ഈ മുഖം സജീവമാണ് ഇപ്പോഴുള്ള ഏഷ്യാനെറ്റിലെയും പിന്നെ സീകരത്തിലെ കുടുംബശ്രീ ശാരദ, പിന്നെ ഏഷ്യാനെറ്റിൽ ചെയ്യുന്ന സീരിയൽ ചെയ്തുകൊണ്ടിരുന്നത് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന അമ്മ അറിയാതെ അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ താടിയുള്ള രൂപമായിരുന്നു, അതുകൊണ്ട് ആളുകൾക്ക് കൂടുതൽ അറിയാം. താടിയില്ലാത്ത പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് മുന്നിൽ വരിക. ഇപ്പൊ അഡ്വക്കേറ്റ് അഞ്ജലി എന്ന് പറഞ്ഞിട്ട് ജനാർദ്ദൻ സാർ ചെയ്യുന്ന വർക്കിലാണ് ജോയിൻ ചെയ്തത്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം തോന്നക്കൽ എന്ന ഈ ഗ്രാമത്തിൽ വെച്ച് ഒരുപാട് വിശേഷങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഈ വിഷുദിനത്തിൽ നിങ്ങളെ ഒരുപാട് തിരക്കാണെന്നറിയാം. ഈ ദിവസം നമ്മുടെ ചാനലിന് വേണ്ടി പ്രോഗ്രാമിന് വേണ്ടി കിട്ടിയ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു വിഷു ആശംസിച്ചാലോ. ഹാപ്പി വിഷു.